സമ്മതിച്ചു. വാചോടിച്ച് നിന്നാലേ ആദ്യ ദിവസം തന്നെ സ്കൂളിലെത്താൻ വൈകും. വൈകിക്കോട്ടെ, ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ നിന്നിട്ടേ പോകുള്ളൂ. ഇങ്ങനെയുണ്ടോ കൊച്ചുകുട്ടികളെ പോലെ? ഇറങ്ങിക്കേ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാൻ പറ്റുമോ? ദൂരം കുറച്ചില്ലേ? വരുമ്പോ ഒരു ടിഫൻ കാരിയർ വാങ്ങിച്ചോളൂ. നാളെ മുതൽ ഊണാൻ നയിക്കാം. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ വന്ന് ഊണ് കഴിക്കൂ. ആ പിന്നെ ഒറ്റയ്ക്ക് പുറത്തേക്കും പോകണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് വാങ്ങിച്ചുതരാം. ആ വല്ലാണ്ടിരുന്ന് മുഷിയുമ്പോ പുസ്തകം എടുത്ത് വായിച്ചോളൂ. അല്ലെങ്കിൽ മോളുടെ കാര്യം ചെയ്യും, വീണയിരിപ്പുണ്ടല്ലോ, അതെടുത്ത് സ്റ്റൈലായിട്ട് കീർത്തനം കാച്ചിക്കും. അപ്പോഴേക്ക് ഞാനിങ്ങെത്താം. ഓ എന്റെ അമ്മേ, ഓരോ ദിവസം ചെല്ലും തോറും നിനക്ക് ഓരോ കിലോ കൂടുന്നുണ്ടല്ലോ കുട്ടിമാളൂ. വർത്തമാനം പറഞ്ഞുകൊണ്ടായ പിന്നെ സ്ലോ ആവും. ഇപ്പൊ തന്നെ നേരം വൈകി. ഇതിലും ഭേദം 2 മൂരികളെ മേടിച്ച് പാടത്ത് പൂട്ടാൻ പോവായിരുന്നു. കണക്കിഷ്ടാണോ നിങ്ങക്ക്? അതൊന്നോണ പുതിയ മാഷല്ലേ, ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തല്ലുകൊണ്ടാലോ അല്ലേ? സത്യം പറഞ്ഞാൽ കണക്ക് കണക്കായി പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ആദ്യം നമുക്ക് കണക്കിലേക്ക് ഒരു കുറുക്ക് വഴി നോക്കാം. കവിത ഇഷ്ടാണോ? അപ്പൊ ആദ്യം ഒരു കവിത. ആറാട്ടിൻകാൽ, നൂറാട്ടിൻകാൽ, എൻകാൽ, നിൻകാൽ, കോഴിക്കാൽ, കൊടക്കാൽ. വായിക്കൂ. എന്തിനു വേണ്ടി കേരളത്തിൽ വന്നത്? യുദ്ധത്തിന് വേണ്ടിയാ? അല്ലല്ല, കച്ചവടത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെയല്ല, കവിത ചൊല്ലുമ്പോ ഈണത്തിൽ ചൊല്ലണം. എങ്ങനെ? ആറാട്ടിൻകാൽ, നൂറാട്ടിൻകാൽ, എൻകാൽ, നിൻകാൽ, കോഴിക്കാൽ, കുടക്കാൽ. എന്താ മാഷ സബ്ജക്റ്റ്? കണക്കാണ്. ഈ പാടിക്കൊടുത്ത പാട്ട് കണക്കിന്റെ സിലബസ് ഉള്ളതാണോ? സിലബസിലുള്ളതല്ല, പക്ഷേ ഒരു പക്ഷം വേണ്ട. സിലബസ് ഉള്ള മാത്രം മാഷ് പഠിപ്പിച്ചാൽ മതി. അതിനുള്ള ശമ്പളം മാഷക്ക് തരുന്നുള്ളൂ. മനസ്സിലായില്ലേ? സൈലൻസ്. 12 പെരുക്കപ്പെട്ട് അറിയോ? ഇല്ല. നിനക്ക്? ഇല്ല. നിനക്ക്? ഇല്ല. ഞാൻ പറയാം. 12, 12, 22, 24, 13, 36, 14, 48, 15, 60, 16, 72, 17, 84, 18, 96. 1 2 3 4 1 2 about 10. 1 2 3 4 2 3 4 about 10. Salute. 1 2. ഇന്നലെ അതെ, മിനിഞ്ഞാന്നും അതെ. ഊണ് കഴിഞ്ഞ് ഓടിപ്പടഞ്ഞ് സ്കൂളിലെത്തുമ്പോഴേക്കും ബെല്ലടിച്ചു. ആയമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. ശകാര മുന്നറിയിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട ചോറ് താനെ ദഹിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വെയിലും കൊണ്ട് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വരണ്ട, രാവിലെ പോകുമ്പോ ഊണ് കൊണ്ട് പൊയ്ക്കോളാം. കേൾക്കൂലെന്ന് വെച്ചാലോ? വെയില് കൊണ്ടിട്ടായാലും ഇനി കുറെ ചീത്ത കേട്ടിട്ടായാലും ഇവിടെ വരെ വന്നാലല്ലേ എന്റെ മോളുടെ കൈകൊണ്ട് വിളമ്പത്തിരുന്ന ഒരുപിടി ചോറ് അതിന്റെ എല്ലാ സ്വാദോടും രസത്തോടും കൂടി ഈ കുമാരേട്ടൻ ഉണ്ണാൻ പറ്റൂ. എന്താ പറ്റൂ കൈക്ക്? കറിക്കറിഞ്ഞപ്പോ മുറിഞ്ഞതാ, സാരില്ല. കഷ്ടാണ് കേട്ടോ. ഇങ്ങനെ സൂക്ഷ്മതയില്ലാണ്ട് അസുഖ പ്രവർത്തി തുടങ്ങിയാല് ബാക്കിയുള്ളവർക്ക് പുറത്തു പോയാൽ എന്താ ഒരു സമാധാനം? അതിലേറെ കഷ്ടം. വെയിൽ കൊണ്ട് വാടി തളർന്നുള്ള ഈ വരവും ചവയ്ക്കാൻ കൂടി നേരമില്ലാണ്ട് ഈ വാരി വിഴുങ്ങലും വെച്ചു വിളമ്പി തരുന്നവർക്ക് പിന്നെ എന്താ ഒരു സുഖമുള്ള? മോള് പിണങ്ങണ്ട. നാളെ മുതല് ഹമീദ് ഡോക്ടർ അവിടെ വെറുതെ കിടക്കുന്ന ഒരു സൈക്കിളുണ്ട്, അതിലാവാം ഉച്ചക്കുള്ള സവാരി. പൊന്നുമോനെ അടങ്ങിക്കിടക്കണം കേട്ടോ. അനങ്ങല്ലേടാ മോനെ. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാത്രി 2 തവണ ഛർദ്ദിച്ചു. പിന്നെ ഇന്ന് രാവിലെ എന്തു കൊടുത്താലും ഉടനെ വൊമിറ്റ് ചെയ്യും. കൊള്ളാവല്ലോ റിച്ചാർഡ്, തന്റെ നായുടെ ഒരു സോക്കേട്.
ഇതിനൊരസുഖമില്ല. പിന്നെ ഛർദിച്ചോ? അത് ഛർദിലല്ല, വാളാ. തന്നെത്താൻ അകത്താക്കുന്നതിന് പുറമെ ഈ മിണ്ടാപ്രാണികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ കേൾക്കണ്ട ഡോക്ടറെ. ഏതായാലും ഇന്ന് ഇവനൊന്നും കൊടുക്കണ്ട. ഈ ക്ഷീണം മാറുമ്പോ അവൻ ചാടിയിരുന്നു. അപ്പോ ഹാങ് ഓവർ മാറാൻ ഒരു സ്മോള് കൊടുത്താൽ മതി. അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക, മനുഷ്യരോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും സമ്പർക്കവും തനിക്ക് ഈ മൃഗങ്ങളോടാ. തന്റെ കാർന്നുറങ്ങിയ അസുഖമുള്ളതായിട്ട് കേട്ടിട്ടുമില്ല. പിന്നെ ഇതെങ്ങനെ? ഡാഡിയുടെ ഏറ്റവും വലിയ വിനോദം നായാട്ടായിരുന്നു. ഹണ്ട് ചെയ്ത് കൊന്നൊടുക്കിയ മൃഗങ്ങളുടെ ശരീരം സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നതായിരുന്നു മൂപ്പിൽസിന്റെ ക്രൈസ്. ഡാഡി മൃഗങ്ങളോട് കാട്ടിയ ക്രൂരത അവരെ കൂടുതൽ സ്നേഹിക്കുക വഴി ഞാൻ തിരുത്തുകയാണ്. അതേതായാലും കൊള്ളാം. മനുഷ്യരെക്കാൾ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഇനമാണല്ലോ മൃഗങ്ങള്. ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാസ്റ്റ് അവിടെ കൊണ്ട് തീരുന്നില്ല ഡോക്ടർ. ഡാഡിക്ക് സ്ത്രീകളെ ഭയങ്കര വെറുപ്പായിരുന്നു. എന്നും അവരെ ഒരു നിശ്ചിത അകലത്തിലെ ഡാഡി നിർത്തിയിട്ടുള്ളൂ, എന്റെ മമ്മി അടക്കം. ആ തെറ്റും ഈ മകൻ തിരുത്തുന്നുണ്ട്. സ്ത്രീകളെ എത്രത്തോളം അടുപ്പിക്കാമോ അത്രത്തോളം. മതി മതി, ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങൾ പറഞ്ഞു നടക്കാനും കൂടി തുടങ്ങിയാൽ പിന്നെ ഡാഡിയായിട്ടുള്ള മുഴുവൻ വ്യത്യാസമായി. പോട്ട കറിയാച്ച ക്ഷമിക്ക്. റിച്ചാർഡിന്റെ പ്രായം അതല്ലേ. ഇപ്പൊ ഈ പ്രായത്തിൽ നമുക്കല്പം തോന്നിയാസം കാണിക്കണമെന്ന് വിചാരിച്ചത് നടക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ വരട്ടെ? വാ ഡോക്ടറെ, ഇത്തിരി ഇരുന്നിട്ട് വാ. അയ്യോ, പേഷ്യൻസ് ഇവിടെ ക്യൂ ആയിരിക്കും. ഡോക്ടറെ വിട്ടിട്ടോ? ഡോക്ടറെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. പകലൊന്നും ഒരു കുഴപ്പമില്ല. രാത്രി പാതിരിയാവുമ്പോ കുറ്റിയുള്ള ഒരു മുടിഞ്ഞ ചുമ. അതിന് മൃഗങ്ങൾ ചുമക്കാറില്ലല്ലോ. എന്റെ ഈശോ മിശിഹായെ, ഡോക്ടർക്കും എന്റെ കുഞ്ഞിനും മൃഗങ്ങളെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. ചുമ പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നുമല്ല, എനിക്കാ. ഞാൻ മൃഗങ്ങളുടെ ഡോക്ടറല്ലേ കറിയാച്ച. ഇവിടെ വന്നിട്ട് ആദ്യം കിട്ടുന്ന ശമ്പളമല്ലേ, ആദ്യം വാങ്ങുന്നത് എന്റെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചു. ആലോചിച്ചപ്പോ കുപ്പിവളകളാണല്ലോ അശ്വതിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം തോന്നി. കൊച്ചുനാളില് ഉത്സവപ്പറമ്പ് വെച്ച് നിന്റെ കൈ കിടന്ന് കുപ്പിവള പൊട്ടിച്ചതിന് മോള് കുമാരേട്ടന് തന്ന സമ്മാനം ദേ ഇപ്പോഴുണ്ട്. അന്ന് കുമാരേട്ടൻ ഒത്തിരി ഉണ്ടോ? പിന്നെ അല്ലാണ്ട് എനിക്കൊന്നും ഓർമ്മയും കൂടി ഇല്ല കേട്ടോ. അതെങ്ങനാ? നീ ഒന്ന് കൊച്ചു കുട്ടിയല്ലേ. അശ്വതിക്കുട്ടി ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്താ കുമാരേട്ടാ? നിൽക്കൂ. അശ്വതിക്കുട്ടിയെ ഇങ്ങനെ കാണുമ്പോ സത്യം പറയാലോ, എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു. അസൂയോ? ആരോട്? വേറെ ആരോട്? എന്നോട് തന്നെ. ഇപ്പോഴത്തെ ഈ മൂടിന് വേണമെങ്കിൽ ഒരു കവിത ചൊല്ലാവുന്നതാണ്. വെണ്ണ തന്നെ ആയിക്കോട്ടെ, അപ്പൊ നല്ല ഹരം ഉണ്ടാവും. അത് വേണോ കുമാരേട്ടാ? എന്നാ വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോ പൊരുത്തമുള്ള മനസ്സുകൾ മൂളുന്ന ആ മൗനമുണ്ടല്ലോ, അതിനേക്കാളും വലിയ കവിത വേറെ ഏതാ ഉള്ളത്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിത പൊൻകതിർ പോലെ വിഹാരികളിൽ എന്താ എത്ര കാണിക്കാനുള്ളേ? മുറുക്കി പിടിച്ചോണ്ടിരിക്ക. ചോള നിവേഷ്ടിത നീഹാരാദ്ര മഹാദ്രികളിൽ കാല്യല സജ്ജല കന്യകനക കതിരുകൾ കൊണ്ടൊരു കണ്ടുവയ്ക്കെ കതിരു തിരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ കലയുടെ കമ്പികൾ വിട്ടും മട്ടിൽ കളകളമിളകി കാടും. ഐ എം സോറി. വല്ലതും പറ്റിയോ? എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണേ? ക്ഷമിക്കണം, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ വരവ് കണ്ടപ്പോ അറിയാതെ നോക്കിപ്പോയി. അതാ അബദ്ധം പറ്റിയത്. എന്താ വരവിൽ കുഴപ്പം? സത്യം പറയണല്ലോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ വരവ്. പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്, മോസ്തുതയില്ല കേട്ടോ. ഇതുപോലെ പൊരുത്തവും ഐശ്വര്യമുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും, ഐ മീൻ മാതൃകാ ദമ്പതികളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നും പകരട്ടില്ല. ഈ സിഗരറ്റിന്റെ പരിസ്ഥിതിയിലേക്ക് കണ്ടിട്ടില്ലേ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കണ്ടപ്പം എനിക്കതാ ഓർമ്മ വന്നത്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം. ഒരു പ്രശ്നമുണ്ടെന്നേ. ഒരു മിനിറ്റ് വാ.
കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ സ്വന്തമാക്കിയ നിങ്ങൾ റിയലി ഭാഗ്യവാനാണ്.